ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വൻ മാറ്റങ്ങൾക്ക് തുടക്കമിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അമേരിക്കയുടെ സാമ്പത്തിക സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും കുറഞ്ഞത് 10% വരെ വലിയ താരിഫുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അമേരിക്കക്കാർ പതിവായി വാങ്ങുന്ന വസ്ത്രങ്ങൾ മുതൽ കാപ്പി വരെ മിക്കവാറും എല്ലാ പ്രധാന വസ്തുക്കളുടെയും വില വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷം ട്രംപ് കുറഞ്ഞത് 10% മൂല്യമുള്ള കോടിക്കണക്കിന് ഡോളർ വില വരുന്ന സാധനങ്ങൾക്ക് പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏറ്റവും മോശം രാജ്യങ്ങളെന്ന് അദ്ദേഹം കരുതുന്ന രാജ്യങ്ങളിലെ താരിഫ് നിരക്കുകൾ 50% വരെ ഉയർന്നേക്കാനും അവസരങ്ങൾ കൂടുതലാണ്. പുതിയ ലെവികളും മറ്റു രാജ്യങ്ങൾ പ്രതികാരമായി ചുമത്തുന്ന ലെവികളും അമേരിക്കക്കാരുടെ വിലകൾ മുഴുവൻ ഉയർത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾ താരിഫുകളുടെ ചെലവ് ഉപഭോക്താക്കളിലേക്ക് കൈമാറുകയോ അല്ലെങ്കിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരികയോ ചെയ്തേക്കാം. ഇത് വളരെ കുറഞ്ഞ വിതരണത്തിന് കാരണമാവുകയും ചെയ്യും. ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്താൻ പോകുന്ന വിയറ്റ്നാം, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്കയിലേക്കുള്ള ഏറ്റവും വലിയ 5 വസ്ത്ര ഇറക്കുമതിക്കാരിൽ 3 ഈ രാജ്യങ്ങളാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉടൻ തന്നെ 34% മുതൽ 46% വരെ ലെവികൾ ഈടാക്കാൻ സാധ്യതയുണ്ട്. അതായത് ടാർഗറ്റ്, വാൾമാർട്ട് പോലുള്ള പ്രധാന അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളെ ഈ ലെവികൾ പിടിച്ചുലയ്ക്കും. ഓൾഡ് നേവി, ബനാന റിപ്പബ്ലിക്, അത്ലറ്റ എന്നിവയും കൈകാര്യം ചെയ്യുന്ന അമേരിക്കൻ വസ്ത്ര റീറ്റെയിലറായ ദ ക്യാപ് അവരുടെ വസ്ത്രങ്ങളുടെ ഏകദേശം 21% വിയറ്റ്നാമിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് ഡെലവെയർ സർവകലാശാലയിലെ ഫാഷൻ ആൻഡ് അപ്പാരൽ സ്റ്റഡീസ് വിഭാഗത്തിലെ പ്രൊഫസർ ഷെങ് ലു നടത്തിയ വിശകലനം സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങളുടെ മറ്റൊരു 37% ഇന്ത്യ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ്. വില കുറഞ്ഞ ഫാഷനുകൾക്ക് പേരുകേട്ട H&M ചൈനയിലും ബംഗ്ലാദേശിലുമാണ് മിക്ക വസ്ത്രങ്ങളും നിർമ്മിക്കുന്നത്. ഈ താരിഫുകൾ അമേരിക്കൻ കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് അന്യായമായ ഭാരം വരുത്തിവെക്കുമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാഷൻ ഇൻഡസ്ട്രി അസോസിയേഷനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ അമേരിക്കയിൽ ഉപയോഗിക്കുന്ന കാപ്പിയുടെ ഏതാണ്ട് എല്ലാ ഭാഗവും രാജ്യത്തിന് പുറത്തു നിന്നാണ് വരുന്നത്. ഇത് അമേരിക്കയിലെ ജനങ്ങൾക്ക് വലിയ ഭാരമായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അമേരിക്ക പ്രധാനമായും കാപ്പി ഇറക്കുമതി ചെയ്യുന്നത് ബ്രസീൽ, കൊളംബിയ എന്നിവിടങ്ങളിൽ നിന്നാണ്. ഇവയ്ക്ക് 10% അടിസ്ഥാന താരിഫുകൾ ബാധകമാണ്. ചിലതരം കാപ്പികളുടെ പ്രധാന കയറ്റുമതിക്കാരും വിയറ്റ്നാമാണ്. അമേരിക്കയിലെ മറ്റ് ഇറക്കുമതി ചെയ്ത ഭക്ഷണ സാധനങ്ങൾക്കും സമാനമായ വിധി നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ളവയ്ക്ക് 20% തീരുവ ഏർപ്പെടുത്തും. ഇറ്റലി, സ്പെയിൻ, ഗ്രീസ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന ഒലീവ് ഓയിൽ പോലുള്ള ഷെൽഫ് സ്റ്റേപ്പിളുകളുടെ വില ഇനിയും ഉയരാൻ സാധ്യതകൾ ഏറെയാണ്. മറ്റൊന്ന്, ഏറ്റവും വലിയ ആഡംബര വസ്തുക്കളിലൊന്നായ ഷൂസിന്റെ വില ഇനിയും ഉയർന്നേക്കാമെന്നതാണ്. അതിൽ പ്രിയപ്പെട്ട നൈക്ക് എയർഫോഴ്സ് 1Sഉം അഡിഡാസ് സാംബസും ഉൾപ്പെടുന്നുണ്ട്. 2 സ്പോർട്സ് വെയർ കമ്പനികളും അവരുടെ ഇൻവെന്ററികൾക്കായി ഏഷ്യൻ ഫാക്ടറി ഹബ്ബുകളെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. നൈക്കിന്റെ പകുതിയോളം ഷൂസും അഡിഡാസിന്റെ ഷൂസിന്റെ 39% വിയറ്റ്നാമിൽ നിർമ്മിച്ചതാണ്. അമേരിക്കയിലേക്ക് വൈൻ വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ വിദേശ രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. 20% യൂറോപ്യൻ യൂണിയൻ താരിഫ് തങ്ങളുടെ ബിസിനസ്സിന് എന്ത് വരുത്തുമെന്ന് അവരുടെ വൈൻ നിർമ്മാണ വ്യവസായം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് മേഖലയായ ബർഗണ്ടിയിലെ ഉൽപ്പാദകരെ പ്രതിനിധീകരിക്കുന്ന ബർഗോൺ വൈൻ ബോർഡ് അമേരിക്കൻ താരിഫുകൾ കയറ്റുമതിക്കാർക്കും അമേരിക്കൻ ഉപഭോക്താക്കൾക്കും ഗുരുതരമായ പ്രഹരം സൃഷ്ടിക്കുമെന്ന് പറയുന്നുണ്ട്. മൊബൈൽ ഫോണുകൾ, ടിവികൾ, വീഡിയോ ഗെയിം കൺട്രോളുകൾ എന്നിവയ്ക്ക് സാധാരണയായി വലിയ തുക ചിലവഴിക്കേണ്ടി വരും. ഏറ്റവും പുതിയ അമേരിക്കൻ താരിഫുകൾ അവയ്ക്ക് കൂടുതൽ വില ഈടാക്കാൻ സാധ്യതയുണ്ട്. ചൈന, ത്വയാൻ, ദക്ഷിണ കൊറിയ എന്നിവയെല്ലാം അമേരിക്കയിലേക്ക് ഇലക്ട്രോണിക്സ് കയറ്റുമതി ചെയ്യുന്നവരിൽ മുൻപന്തിയിലുള്ളയാണ്. മിക്കവാറും എല്ലാ ഐഫോണുകളും ചൈനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ചിലത് ഇന്ത്യയിലും നിർമ്മിച്ചവയാണ്. അതേസമയം സാംസങ്ങിന് വിയറ്റ്നാമിൽ ഗണ്യമായ ഉൽപാദന പ്രവർത്തനങ്ങളുണ്ട്. താരിഫ് പ്രഖ്യാപനത്തോടെ സാധനങ്ങളുടെ വില എത്രത്തോളം ഉയരുമെന്ന് വ്യക്തമല്ല. എന്നാൽ അന്താരാഷ്ട്ര തപാൽ ശൃംഖല വഴി അമേരിക്കയിലേക്ക് അയക്കുന്ന ചെറിയ കയറ്റുമതികൾക്ക് അവയുടെ മൂല്യത്തിന്റെ 30% അല്ലെങ്കിൽ ഒരു ഇനത്തിന് $25 നികുതി ചുമത്താമെന്ന് വൈറ്റ് ഹൗസും പറയുന്നുണ്ട്.